ഹലോ ഗൈസ്, സോഷ്യൽ മീഡിയ വഴി എയറിലായ രണ്ട് വ്യക്തികളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ബേസിക്കലി ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന് നമ്മുടെ ഷെഫീന ബീവിനെ, പിന്നെ നമ്മുടെ രണ്ടാമത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസനെ കുറിച്ചാണ്. ധ്യാൻ ശ്രീനിവാസൻ എയറിലാവാനുള്ള റീസൺ ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പ് ഷെഫീന ബീവിയുടെ ഒരു കേസ് എടുക്കാം. ഷെഫീന ബീവി ആദ്യം ഒരു വീഡിയോ ചെയ്തു, അത് മഞ്ജുപ്പിള്ളയുടെ മോൾക്ക് എഗെയിൻസ്റ്റ് ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ആരും ഒന്നും മിണ്ടിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലായിരുന്നു ഞാൻ ഈ പുള്ളിക്കാരിക്ക് എഗെയിൻസ്റ്റ് ഒരു വീഡിയോ ചെയ്തു. അത് അത്യാവശ്യം ആൾക്കാർ കാണുക, ഏകദേശം 200K അടുപ്പിച്ച ആൾക്കാർ കണ്ടു. അതിനുശേഷം ഓരോരുത്തരും ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തു തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ഇൻബോക്സിൽ കുറേ വന്ന മെസ്സേജാണ്, അത് ഷെഫീന ബീവിക്ക് എഗെയിൻസ്റ്റ് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാകും, പുള്ളിക്കാരി അത് പേഴ്സണലായിട്ട് എടുക്കും, പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്യൂച്ചറിൽ വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരി എടുത്തിട്ട് അലക്കും, ആ രീതിയിലുള്ള ഇതാ പറയുന്നത്. അതായത് നമ്മളൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റാന്ന് പറയാനായിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കണം. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്ത തെറ്റല്ല, അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്യുമ്പോഴാണ് ഏറ്റവും വലിയ തെറ്റ്. ശരിക്കും പറഞ്ഞാൽ ഷെഫീന ബീവിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് കുറച്ച് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ നാഗചേച്ചി ഷെഫീന ബീവിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ആ വീഡിയോ ഞാൻ കാണിക്കാം. അതിനുമുമ്പ് ഷെഫീന ബീവിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. ഷെഫീന ബീവിക്ക് ജസ്റ്റ് പുള്ളിക്കാരി റാൻഡം സബ്സ്ക്രൈബറാണ്. അപ്പോൾ ഈ പുള്ളിക്കാരുടെ ഈ വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരി ഫോൺ ചെയ്ത ഒരു പെങ്കൊച്ചാണ്. ആ പെങ്കൊച്ചിന് എഗെയിൻസ്റ്റ് ആയിട്ട് പുള്ളിക്കാരി സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അത് കുറേ വൃത്തിയുടെ കാര്യങ്ങൾ പുള്ളിക്കാരി പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ ബ്ലർ ചെയ്യും. പക്ഷെ എന്നാലും ഞാൻ ആ ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾപ്പിക്കാം ആദ്യം. 26 ഉണ്ട ഒടുങ്ങിയ എന്റെ താല്പര്യം, എനിക്ക് എന്റെ അഭിപ്രായം പറഞ്ഞൂടെ? എന്റെ അഭിപ്രായത്തെ ചോദ്യം ചെയ്യേണ്ട കാര്യം നിനക്കെന്താ? അതൊരു റോൾ മോഡൽ ആണ്. അയ്യോ നീ വേണ്ട, നീ നാളെ തുണി ഇല്ലാതെ നടമോളെ പോലെ വിരിച്ച് രണ്ട് ഭാഗത്തേക്ക് വിരിച്ചു വെച്ചിട്ട് കേട്ടല്ലോ. അതായത് ഇവരുടെ സബ്സ്ക്രൈബർ തന്നെ വിളിച്ചൊരു ഫോൺ കോളാ ഇത്. അതായത് ഒരു പെൺകുട്ടിയുടെ അടുത്താണ് ഈ ഒരു വർത്താനം പറഞ്ഞത്. അതായത് എന്തൊരു വർത്താനം അത്. അതായത് ചുരുളി എന്ന് പറഞ്ഞ സിനിമയിൽ അതിൽ ഇത്രയും കുറച്ചുകൂടെ ഡീസൻ്റ് ആയിട്ട് വർത്താനങ്ങൾ പറയുന്നത് ഇവർ ഇത് വെച്ച് നോക്കുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ പുള്ളിക്കാരുടെ ചാനൽ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നോക്കിയാൽ മനസ്സിലാവും. അതായത് പുള്ളിക്കാരി ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു. അതായത് പുള്ളിക്കാരി ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, പുള്ളിക്കാരിക്ക് ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അഭിപ്രായം ആവാം, അത് മര്യാദയ്ക്കാവണം. ഒരാളുടെ ക്യാരക്ടറിനെയും ബോഡി ഷെയിമും ചെയ്തിട്ട് ഒരാളുടെ കംപ്ലീറ്റ്ലി ഒരു ഡീഫെയിം ചെയ്യുന്ന രീതിയിലല്ല അഭിപ്രായം പറയേണ്ടത്. ഇവർ പറഞ്ഞു ഇന്ത്യയിൽ എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അതായത് ആ മഞ്ജുപ്പിള്ളയുടെ മോളുടെ കംപ്ലീറ്റ്ലി അതായത് ഭയങ്കരമായിട്ട് സെക്ഷുവലായിട്ട് ആ പുള്ളിക്കാരെ എന്തൊക്കെയോ പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കുറേ കാര്യങ്ങൾ എനിക്ക് പോലും മനസ്സിലായിട്ടില്ല. എന്നിട്ട് നാഗച്ചേച്ചി ഇതിനെ റെസ്പോണ്ട് ചെയ്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പോരാത്തതിന് നല്ലൊരു മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാലും ആ വീഡിയോ നമുക്കൊന്ന് കാണാം. മഞ്ജുപിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ് നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിയിട്ടില്ല. എവിടെയും കാണാൻ നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ, അവക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്. നിന്റെ അടുത്ത് തെണ്ടാൻ വന്നോടി പട്ടി മോളെ. കാരണം അടച്ചിട്ട മുറിക്കകത്തിരുന്ന് തോന്നിയാസം പറയുമ്പോഴേ ആലോചിക്കണം ഇതാരെയാണ് എന്തുവാണ് പറയുന്നതെന്ന്. നിന്റെ 2 കാലും ഒടിഞ്ഞ് നീ അങ്ങനെ ഇരിക്കുന്നതിന് ഞാനാണ് ഈ കുഴപ്പം. വികലാംഗ വൃത്തികെട്ടവളെ, നിന്നെ ആർക്ക് വേണം? കാണാൻ കൊള്ളാമെങ്കിൽ പിന്നെയും വേണ്ടിയില്ല. കേട്ടല്ലോ, അടച്ചിട്ട് മുറിയിൽ തോന്നിവാസം പറയുമ്പോൾ ആലോചിക്കണം. യെസ്, നമ്മൾ ആരെക്കുറിച്ച് ഞാനും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത്, ഞാൻ ഒരിക്കലും ഒരാളെ നമുക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ പോലും നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. നമ്മളൊരു വലിയൊരു യൂട്യൂബ് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പോൾ നമ്മൾ കാണിക്കേണ്ട ഒരു മര്യാദയുണ്ട്. അത് ഇതിൽ കാണിച്ചിരുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇപ്പോൾ പുള്ളിക്കാരി നല്ല രീതിയിൽ എയറിലാണ് പുള്ളിക്കാരി. പക്ഷേ പുള്ളിക്കാരി യാതൊരു ഉളുപ്പുമില്ല. പുള്ളിക്കാരി വീണ്ടും ഇതേ ടൈപ്പ് സ്ലാങ്ങിൽ തന്നെയാണ് പുള്ളിക്കാരി വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരുടെ മെയിൻ ഒരു ഏരിയയാണ് രേണുസുതി. അത് രേണുസുതി ഒന്ന് അനങ്ങിയാലോ തുമ്മിയാലോ ഒന്ന് ചലിഞ്ഞാൽ പോലും രേണുസുതി എന്ന് പറഞ്ഞ് വരും പുള്ളിക്കാരി വീഡിയോ ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാൻ പാടില്ല ഈ രേണുസുതിയായിട്ട് ഇത്രയും വൈരാഗ്യം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുസുതി പിന്നെ കിച്ചു എന്ന് പറഞ്ഞ പുള്ളി ആ ചെറുക്കനുമായിട്ട് അടിച്ച് പിരിയാനുള്ള ഏറ്റവും മെയിൻ കാരണം ഈ ഷെഫീന ബീവി എന്ന് പറഞ്ഞ ഈ യൂട്യൂബർ കൊണ്ട് തന്നെയാണ്. ഞാൻ ഇപ്പോഴും പറയും. അതായത് അവർ സമാധാനമായിട്ട് ഇച്ചിരി എല്ലാ ഫാമിലിയിലും അല്ലറ ചില്ലറ പിണക്കവും കാര്യങ്ങളൊക്കെ കാണും. ഇവരത് വഷളാക്കി അങ്ങ് വേഴ്സാക്കി കളഞ്ഞത്. അതാണ് ശരിക്കും പറഞ്ഞാൽ നടന്ന സംഭവം. ഷെഫീന ബീവി ഒരു സൈഡിൽ ഇങ്ങനെ എയർലായി നിൽക്കുന്ന സമയത്ത് ഒപ്പം ധ്യാൻ ശ്രീനിവാസനും കൂടെ കയറി വന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലപ്പത്തി വിജയനെക്കുറിച്ച് പുള്ളിക്കാരും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ധ്യാൻ ശ്രീനിവാസൻ്റെ റീസെൻ്റ്ലി പുള്ളിക്കാരൻ നടത്തിയ ഒരു മൂവി പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ചെയ്തൊരു ഇൻ്റർവ്യൂ. അതിനകത്ത് ധ്യാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അമ്മയുടെ പ്രസിഡന്റ് ആവാൻ താല്പര്യമില്ല, എനിക്ക് CM ആവാനാണ് താല്പര്യം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫണ്ണി ആയിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മളത് ഫണ്ണിയായിട്ട് കണ്ടെങ്കിലും തമിഴ്നാട്ടുകാർ അത് ഫണ്ണിയായിട്ട് കണ്ടിട്ടില്ല. അതിനകത്ത് വിജയനെക്കുറിച്ചും ട്രിഷേനെക്കുറിച്ചും കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻഡയറക്റ്റ്ലായിട്ട് പറയുന്നുണ്ട്. എന്തായാലും ആ വീഡിയോ ഫസ്റ്റ് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം. എൻ്റെ മെൻറ്ററും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സുഹൃത്ത്, എൻ്റെ പാർട്ട്ണർ, എൻ്റെ വഴികാട്ടി നിങ്ങൾ തന്നെ, ഇപ്പോഴത്തെ പവർ ഗ്രൂപ്പിൻ്റെ തലവനുമായ ശ്രീ അജു വർഗീസ്.
ഒരുപാട് കാര്യങ്ങൾ പറയണം. അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം, ഞാൻ കഴിഞ്ഞ ഒരു 2 മാസം മുന്നേ ഈയിടെയായിട്ട് സിനിമ കുറച്ച് കുറയ്ക്കുകയും സ്റ്റേജ് ഷോയിലാണ് ഫോക്കസ് ചെയ്യുന്നത്. സ്റ്റേജ് ഷോ, പരസ്യം, അങ്ങനെയുള്ള പരിപാടികൾ. അങ്ങനെ സ്റ്റേജ് ഷോയിൽ വേണ്ടിയിട്ട് ഞാൻ ഓസ്ട്രേലിയയിലിരിക്കെ എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അതിനിടക്ക് തന്നെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു വിജയ്, തമിഴ്നാടൻ വിജയ് CM ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു അടുത്ത 15 വർഷത്തിലേക്ക് CM ആവാം എന്നുള്ളൊരു തീരുമാനം എടുത്തിരിക്കുകയാണ്. എന്നെ അജു വിളിച്ച് പറയുന്നത്, നീ ആദ്യം CM ആവണ്ട, അതിനു മുന്നേ ഇതൊക്കെ പറഞ്ഞതല്ലേ, നീ CM ആവണ്ട, അതിനു മുന്നേ അതിന്റെ ഒരു ബേബി സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ആദ്യം അമ്മയുടെ പ്രസിഡന്റ് ആവാം നമുക്ക്. അമ്മയുടെ പ്രസിഡന്റ് ആയതിനു ശേഷം ഇതൊക്കെ ഭയങ്കര ഫണ്ണി ആയിട്ടാണ് പുള്ളിക്കാരൻ പറയുന്നത്, പ്രസന്റ് ചെയ്യുന്നത്. അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ വിജയുടെ ഇത് അറിയാലോ, ഫാൻ പവർ അറിയാലോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ന്യൂസിൽ ചർച്ചാ വിഷയമായിട്ട് നടക്കുന്ന ഒരു ടോപ്പിക്കാണിത്. നമുക്ക് 15 വർഷത്തിനുള്ളിൽ നമുക്ക് ചാരിറ്റി ഒക്കെ ചെയ്യണം, ആൾക്കാരെ പറ്റിക്കാൻ, കണ്ണിൽ പൊടിയിടാൻ ചാരിറ്റി ഒക്കെ ചെയ്ത് വിജയ് ചെയ്ത പോലെ. എന്നിട്ട് നമുക്ക് പതിയെ CM ആവാം. യെസ്, ഇവിടെയാണ് പെട്ടുപോയത്. അതായത് വിജയ് CM ആവാനായിട്ട് ഇതേപോലെ ചാരിറ്റി ചെയ്തു പറ്റിച്ചു. അതായത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയാണ്, സാധാരണ ആൾക്കാരുടെ കണ്ണിൽ പൊടിയാനായിട്ട് പുള്ളിക്കാരൻ കുറേ ചാരിറ്റി ചെയ്തു. അങ്ങനെയാണ് പുള്ളിക്കാരൻ CM ആയെന്നാണ് ധ്യാൻ ഇങ്ങനെ ഇൻഡയറക്റ്റ്ലി തമാശ പോലെ പറഞ്ഞത്. പക്ഷേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ കുറേ പേര് എടുത്തങ്ങ് അലക്കിയിട്ടുണ്ട്. കുറേ പേര് ഇതേപോലെ എതിർ പാർട്ടിക്കാർ കുറേ പേര് എടുത്തിട്ട് സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, ധ്യാനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു. പക്ഷേ ഒരു 80% ആൾക്കാർ ധ്യാനെ എതിർത്തും പറയുന്നത് അതിൻ്റെ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചു ഭയങ്കരമായിട്ട് രീതിയിൽ അങ്ങ് അവരുടെ മീഡിയാസിലൊക്കെ, സ്പെഷ്യലി അവരുടെ ലോക്കൽ മീഡിയാസിലൊക്കെ ഭയങ്കര ചർച്ചാ വിഷയമായിരിക്കുക. പിന്നെ കുറെ അമ്മമാരും അതിനിടയിലുള്ള അവിടുത്തെ കുറെ ആൾക്കാരൊക്കെ എന്നെ വിളിച്ച് അജു പറഞ്ഞതിന്റെ, അജുവിന്റെ ഫോർ ഗ്രൂപ്പ് ആൾക്കാരൊക്കെ ചേർന്ന് എന്നെ പ്രസിഡന്റ് ആക്കാനുള്ള വലിയൊരു പോരാട്ടം നടക്കുന്നതിനിടയിൽ ഞാൻ അയർലൻഡിൽ അടുത്ത ലാലേട്ടൻ ഒരു ഷോവിന് വേണ്ടി നിൽക്കുമ്പോൾ ഞാൻ പിന്നീട് കാണുന്ന വാർത്ത, ഞാൻ ഓൾറെഡി പ്രസിഡന്റ് ആവാൻ സന്നദ്ധത കാണിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാർത്തകൾ വരുന്നു. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ദിലീപേട്ട നിങ്ങളല്ല, അത് അജു വർഗീസ് ആണ്. ഒരു പ്രസംഗം ഉണ്ടായിരുന്നു അവിടെ. ആ പ്രസംഗത്തിനെ കുറിച്ച് പുള്ളി എൻ്റെ അടുത്ത് വളരെ വാദവരാതെ എന്റെ പ്രസംഗം വളരെ ഗംഭീരമായിരുന്നു എന്ന് പറയുകയും അതിനെക്കുറിച്ച് പലരും അഭിപ്രായം പറഞ്ഞ വോയിസ് നോട്ടുകൾ എനിക്ക് അയക്കുകയും ഈ ജനറൽ ബോഡിയിൽ അദ്ദേഹം സംസാരിച്ച കാര്യങ്ങളെ വളരെ ശക്തമായത് ഇംഗ്ലീഷിലേക്ക് മാത്രമല്ല ദിലീപിന് ഒരു ചെറിയൊരു രീതിയിലൊരു ജസ്റ്റ് ഒരു ആക്കി പറയണം. അത് ജസ്റ്റ് ഇതൊക്കെ ഫണ്ട് രീതിയിലാണ് പുള്ളിക്കാരൻ പറയുന്നത്. പക്ഷെ ഇതൊക്കെ കറങ്ങി തിരിഞ്ഞ് പുള്ളിക്കാരൻ്റെ പെടലിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. പണ്ടൊരു ഈ പവർ ഗ്രൂപ്പ് ഉള്ള കാര്യം നമുക്കൊക്കെ അറിയുന്നൊരു കാര്യമാണ്. അത് പണ്ട് തൊട്ടേ കുറേ ആക്ടേഴ്സും ഡയറക്ടേഴ്സും പറഞ്ഞ് ഇതേപോലെ പവർ ഗ്രൂപ്പ് ഉണ്ട്, അതിൻ്റെ മെയിൻ സൂത്രധാരൻ ദിലീപ് എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് വരുന്നുണ്ടായിരുന്നു, രംഗത്ത് വരുന്നുണ്ടായിരുന്നു. അതിൽ പണ്ട് അമ്മയിൽ ഇതേപോലെ പണ്ട് ഇതേപോലെ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, പണ്ടത്തെ ഒരു ന്യൂസൊക്കെ ആയിരുന്നു. അതായത് ഇതേപോലെ മൂവീസ് ഇറങ്ങാണ്ട് കുറേ പേര് ഇങ്ങനെ ഭയങ്കര പ്രശ്നം നടന്ന സമയത്ത്, പ്രൊഡ്യൂസേഴ്സിൻ്റെ ഇടയ്ക്കൊക്കെ ഭയങ്കര പ്രശ്നം നടന്ന സമയത്ത് ദിലീപ് ഡയറക്റ്റ്ലി ഇടപെട്ടിട്ട് അതങ്ങ് സോൾവ് ചെയ്യുമായിരുന്നു. അപ്പോൾ ദിലീപിൻ്റെ ഇൻഫ്ലുവൻസ് ഭയങ്കരമാണ്, അതായത് ഈ മൂവി ഇൻഡസ്ട്രിയിൽ. ലാസ്റ്റ് വീണ്ടും നവ്യയിലേക്ക് പറയുമ്പോൾ ദൈവം ചില ആഗ്രഹങ്ങൾ അവസാനത്തേക്ക് ചിലപ്പോൾ മാറ്റിവെക്കുന്നു പറഞ്ഞ പോലെ നവ്യ, എനിക്ക് തോന്നുന്നു ഞാൻ ഏതോ എൻ്റെ ഇൻ്റർവ്യൂ ജീവിതം തുടങ്ങിയ കാലം മുഴുവൻ തുടങ്ങുന്നത് ആ ഒരു ഇതിലാണ്, നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നു അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒരുമിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം സാരി എടുത്ത് ആ ഫ്രണ്ട് റോയിൽ കണ്ണ് നിറഞ്ഞുകൊണ്ട് നവ്യ ഉണ്ടാവും. അമ്മയുടെ പ്രസിഡന്റ് ആകുമ്പോഴല്ല, CM ആകുമ്പോൾ വന്നാൽ മതി. കണ്ണ് നനച്ചുകൊണ്ട് നവ്യ ഉണ്ടാവും എന്നുള്ള എല്ലാ പ്രതീക്ഷയോടെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. യെസ്, ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ശരിക്കൊരു വിവാദമായി കൂട്ടിയത്. അതായത് ഞാൻ ശരിക്കും പറഞ്ഞ CM ആണെങ്കിൽ അവിടെ സാരി ഉടുത്ത് മാലയൊക്കെ ചൂടി വരേണ്ട ഒരാൾ നവ്യ നായരുന്ന രീതിയിൽ കളിയാക്കി പറഞ്ഞു. അതായത് ട്രിഷയും വിജയുടെയും ആ ഒരു ഇതാണ് ഉദ്ദേശിച്ചത്. ശരിക്കും പറഞ്ഞാൽ എല്ലാം അങ്ങോട്ട് ബാക്ക് ഫയർ ചെയ്ത പോലെ ആയിപ്പോയി. ധ്യാൻ്റെ സ്വഭാവം നമുക്കെല്ലാം അറിയുന്ന പോലെ തന്നെ പുള്ളിക്കാരൻ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പുള്ളിക്കാരൻ ആ ഒരു മൈൻഡിലല്ല ഉദ്ദേശിച്ചത്, പക്ഷേ പുള്ളിക്കാരൻ ഒരു ഫണ്ണി രീതിയിലാണ് ഉദ്ദേശിച്ചത്. പക്ഷേ അത് പുള്ളിക്കാരൻ ഇപ്പോൾ ബാക്ക് ഫയർ ആയിരിക്കും. പുള്ളിക്കാരൻ ഇപ്പോൾ നിലവിൽ തമിഴ്നാട്ടിൽ നല്ല രീതിയിൽ എയറിലായിരിക്കുകയാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ കയറാൻ പറ്റുന്ന സ്ഥിതിയിലായിരിക്കുക. ശരിക്കും പറഞ്ഞാൽ നവ്യ നായരും ഇതിനെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. അതായത് പുള്ളിക്കാരും ഇതിൽ സ്റ്റേജിൽ കയറിയിട്ട് പറയുന്നുണ്ട്, ഞാനും ഇതേപോലെ വെള്ള സാരി ഉദ്ദേശിക്കുമ്പോൾ നല്ല നെക്ലേസ് ഒക്കെ എടുത്ത് ഞാൻ CM ആവുകയാണെങ്കിൽ വരാമെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ട്രിഷ റെഫറൻസ് ഇവിടെയും കൊടുത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതും കൂടെ ആയപ്പോഴത്തേക്കും കൺഫേം ആയി. അതായത് തമിഴ്നാട്ടിൽ കുറച്ച് നാളത്തേക്ക് ഇനി കയറാൻ പറ്റത്തില്ല. എന്തായാലും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ അപ്ഡേറ്റ്സാണ് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.